എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? എന്നാൽ ഈ കാരണങ്ങൾ ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? എന്നാൽ ഈ കാരണങ്ങൾ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഞാനത് സയന്റിഫിക്കായി എവിഡൻസോടുകൂടി ആ സത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ബയോമാഗ്നറ്റിസം? നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ മാഗ്നറ്റ് ആണ്. ഭൂമിയുടെ നോർത്ത് പോൾ സൗത്ത് പോളിനൊക്കെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മളിലെ ബയോമാഗ്നറ്റിസത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്? 99.99% causes of the disease and disorder only due to the lack of blood circulation and oxygen level. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. ഇത് ലോകം മുഴുവൻ അറിവുള്ളതാണ്. മാഗ്നറ്റിസത്തെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ബയോമാഗ്നറ്റിസത്തിന് ഒരു കോമൺ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ബയോമാഗ്നറ്റിസം എന്തെന്നാൽ നാച്ചുറൽ ബയോമാഗ്നറ്റിസം ആണ്. Natural biomagnetism improves your blood circulation and by default enhances your oxygen level. നിങ്ങളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി ആയിരിക്കും. ഓർഗൻ പാർട്സ് ഹെൽത്തി ആണെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് അൺഹെൽത്തി എങ്കിൽ ഓർഗൻ പാർട്സ് അൺഹെൽത്തി. ഓർഗൻ പാർട്സ് അൺഹെൽത്തി എങ്കിൽ ബോഡി അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഡാൻഡിയ ഡാൻസ് കളിച്ചാലും ഡിസ്കോ ഡാൻസ് കളിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല. അഥവാ സോൾവ് ആയാൽ തന്നെ അത് ടെമ്പററി ആയിരിക്കും. സുഹൃത്തുക്കളെ, ലോകത്തിലെ എന്ത് ഹെൽത്ത് സയൻസും മനസ്സിലാക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജന്റെയും പ്രാധാന്യം അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. മനുഷ്യർ ശരീരം ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കുന്നത്. എന്നാൽ ആ ശരീരം നന്നാക്കാൻ വേണ്ടി പണം മുഴുവൻ ചിലവാക്കുന്നു. ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും ഡിസ്റ്റർബൻസസ് മൂലമാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അസുഖം പിടിച്ചിരിക്കാതെ വെറുതെ ഡോക്ടേഴ്സിനെ കണ്ട് പണം ചിലവാക്കി കളയാതെ കുടുംബത്തിനും സമൂഹത്തിനും സങ്കടം വരുത്തി വെക്കാതെ ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണം. ഒരു ഗുണവുമില്ലാതെ വെറുതെ പണം ചിലവാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആകും. മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യും. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഭൂമിയിലെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. അതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉള്ളത്. സുഹൃത്തുക്കളെ, ബയോമാഗ്നറ്റിസത്തിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് മുൻപേ ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെ കുറിച്ച് അറിയണം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഗ്നറ്റിസത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് പല ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 7th, 8th, 9th, 10th ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാഗ്നറ്റിസത്തിന്റെ ഇന്നർ കോർ ഔട്ടർ കോറുകളെ കുറിച്ചൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ മെമ്മറിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഭൂമി എന്താണ്, അത് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എന്റെ മുന്നിൽ ഒരു ഗ്ലോബ് ഉണ്ട്. ഭൂമിയുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭൂമിക്ക് പലതരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഭൂമിയുടെ ഔട്ടർ കോറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഭൂമിയുടെ ഔട്ടർ കോർ. ഇത് ഭൂമിയുടെ ഏകദേശം 5000 കിലോമീറ്റർ ഉള്ളിലാണ്. അവിടെ ഒരു 6000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഭൂമിയുടെ ഉള്ളിൽ ഒരു ഹോട്ട് അയൺ സമുദ്രമാണുള്ളത്. അതിന് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഔട്ടർ കോർ എത്രമാത്രം ചൂടേറിയതാണെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലൂടെ ലഭിക്കും. ഇവിടെയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യന് ചുറ്റും വലയം വയ്ക്കുന്നു. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും കറങ്ങുന്നു. നമ്മുടെ ഭൂമി ഒരു മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുമ്പോൾ ഭൂമിക്കുള്ളിലെ ഔട്ടർ കോർ എന്ന 6000 ഡിഗ്രിയും ഭൂമിയോടൊപ്പം അതേ വേഗതയിൽ കറങ്ങുന്നു. ഇത്ര വേഗത്തിൽ അത് കറങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സ്ട്രോങ്
ഈ ഫ്രിക്ഷൻ അവിടെ ഒരു ഹൈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രിസിറ്റി പിന്നീട് മാഗ്നറ്റിക് ഫോഴ്സായും മാഗ്നറ്റിക് എനർജിയായും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉള്ളതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ഇന്ന് ഈ സൂമിൽ എല്ലാ ആളുകൾക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. കാരണം 99.9% അസുഖങ്ങളും ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണല്ലോ ഉണ്ടാകുന്നത്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 99.9% അസുഖത്തെയും നമുക്ക് പടിയടച്ച് പിണ്ടമാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഓൺ ചെയ്യാനോ ഓഫ് ആക്കാനോ കഴിയാത്ത ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കിന്ന് വേണ്ടത്ര കിട്ടുന്നില്ലെന്നുള്ള ആ കിട്ടാത്ത എനർജി നമുക്ക് എന്ത് ചെയ്യാം, പ്രദാനം ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയാണ് പൊറമേരി സ്വദേശി മിനി സാർ ഇന്ന് നമ്മളുമായിട്ട് ഈ ആശയം പങ്കുവെക്കുന്നത്. കാരണം ഇന്ന് കേരളത്തില് മാഗ്നറ്റിസത്തില് ഡിപ്ലോമ എടുത്തിട്ടുള്ള ഒരേ ഒരാള് എന്റെ അറിവില് നമ്മുടെ മിനി സാർ മാത്രമാണുള്ളൂ എന്നില്ല. പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 3.5 വർഷങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ നമ്മള് ഈ മാഗ്നറ്റിസത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയെന്നതാണ്. ഈ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് ഭൂമിയിലുള്ള സർവ ജനങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട സാധനം മാത്രം നമുക്കിന്ന് കിട്ടുന്നില്ലെന്നതാണ്. ടൈലും അതേപോലെ തന്നെ മാർബിളൊക്കെ പതിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മള് ഭൂമിയായിട്ട് കണക്ഷൻ ഇല്ലാതെ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാ പ്രയാസങ്ങളും വരുന്നത്. കാരണം കൊറോണ കാലത്ത് ഒരു ആദിവാസിയും കൊറോണ ഒന്നും മരിച്ചു പോയിട്ടില്ല. ഒരു മൃഗത്തിനും കൊറോണ മരിക്കാൻ സാധിച്ചിട്ടില്ലെന്നതാണ്. കാരണം മരിച്ചത് മുഴുവൻ മനുഷ്യൻ, മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യനും മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത മൃഗങ്ങളൊക്കെയാണ് എന്ത് ചെയ്ത് രോഗബാധിതരായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മണ്ണിന്ന് കിട്ടേണ്ട സാധനത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്കും റെസ്റ്റോറന്റിലേക്കും കൊണ്ടുവന്നിരിക്കുന്ന ഒരു മഹത്തായ ഒരു ആശയം നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിനി സാറ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യാണ്. മിനി സാർ, പ്ലീസ് കം. Okay, Chandra sir. Thank you so much. Good evening all. Sound clear അല്ലേ Chandra sir? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ ഞായറാഴ്ചയും കേരള ബയോടൂറിയം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെൽനസ് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. MC തുടക്കത്തിൽ പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് എനർജിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആ ടോപ്പിക് നമ്മൾ ഇതിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നെ ഈ കേൾക്കുന്നത് ഇതിൽ ആദ്യമായിട്ട് കയറിയ ആളുകളൊക്കെ ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ ഒന്നുകിൽ നിർബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് കയറിയതായിരിക്കും. ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഒരു 1/4 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതുമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ ആരാണോ ക്ഷണിച്ചത് അവരുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും തീർക്കാനുള്ള അവസരമുണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷമായി 2020 ഒക്ടോബറിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് 35 ലക്ഷത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യവും സമ്പത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൂമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും
ഇൻഫർമേഷൻ അതിലൂടെ കിട്ടുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും പിന്നീട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലൂടെ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ചന്ദ്ര സാർ സ്ക്രീന് ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെൽനസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഹെൽത്തും വെൽത്തും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും അത്യാവശ്യം അല്ലെ. നേരത്തെ നമ്മളെ വീഡിയോയിൽ കണ്ടു, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച് ജോലി ചെയ്ത് പണം സമ്പാദിക്കും. പിന്നീട് ആ പണം സമ്പാദിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അത് ചെലവഴിക്കുന്നുള്ളതാണ്. അത് പൊതുവെയുള്ള ഒരു സെനാരിയോ അങ്ങനെയാണ് അല്ലെ. അപ്പൊ ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരിക്കുവാൻ പറ്റുന്ന പലതരത്തിലുള്ള ചികിത്സാ രീതികളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ പഴയ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഒരു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളല്ലാതെ മറ്റുള്ള അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ്. ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്തല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലികളുള്ള രോഗങ്ങളുള്ളത്. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ കുറച്ച് എന്താ പറയാ, നമുക്ക് ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ, അതേപോലെ നമ്മുടെ 11 അവയവ വ്യവസ്ഥയെയും ആരോഗ്യത്തിലേക്ക് നയിക്കാൻ പോഷക സമൃദ്ധമായ കുറച്ച് ഉൽപ്പന്നങ്ങളും പ്ലാന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലിനിക്കൽ ട്രയലൊക്കെ നടന്ന് WHO ഇന്ത്യൻ ക്ലിനിക്കൽ രജിസ്ട്രിയിലൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുറച്ച് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റുകളും അതേപോലെ FMCG പ്രൊഡക്റ്റുകളും ഇപ്പോ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡ്രസ്സിംഗ് മെറ്റീരിയലും ഡ്രസ്സും ടെക്സ്റ്റൈൽ ഐറ്റംസും അങ്ങനെയുള്ള ഏകദേശം ഒരു 100-200ഓളം പ്രൊഡക്റ്റുകൾ FMCG ഗ്രോസറി ഐറ്റംസ് അടക്കം മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന, ഇന്ത്യയിൽ ഇപ്പൊ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ കമ്പനി ആദ്യം ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഈ കമ്പനിയുടെ പേര് ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. വളരെ ശക്തമായി ഡയറക്ട് സെല്ലിങ്ങിലൂടെ ബിസിനസ് ചെയ്തു വരുന്ന ഒരു കമ്പനി. 2008 മുതൽ ഈ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2008 മുതൽ 22ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് വന്ന കമ്പനിയാണ്. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓൺ സോഫ്റ്റ്വെയറാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് നടത്തുന്നത് അല്ലെ. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്, അതേപോലെ ഡെലിവറി ബുക്ക് ചെയ്യുന്നത്, ഈ സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്തു ഇപ്പോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകൾ വാങ്ങാനും അതേപോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ടെക്നോളജി എന്ത് ചെയ്യാ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം നടന്നത്. ഫ്രണ്ട് എൻഡിൽ ഡയറക്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ്, ബാക്ക് എൻഡിൽ ഡയറക്ട് സെല്ലിങ്ങിലേക്കുമായിട്ട് ഈ ഒരു കമ്പനി മാറാൻ വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറും. 3000ഓളം പ്രൊഡക്റ്റുകൾ 25ഓളം കാറ്റഗറി ആയിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാനും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ ഇതേ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവുള്ള ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഈ കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് റൂൾ പ്രകാരം 100% ലീഗലായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും അതേപോലെ MSME മന്ത്രാലയത്തിന്റെയും അവാർഡുകൾ കിട്ടിയിട്ടുള്ള, അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. ഈ കമ്പനി സ്ഥാപിച്ചത് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അത് ഞാൻ പറയാൻ കാരണം, ഒരു പ്യൂർ ഇന്ത്യൻ കമ്പനി. ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കി ഇന്ത്യയിൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, 4800ഓളം ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ലോകത്തിൽ പല രാജ്യങ്ങളിലായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തി സ്വന്തമായി ഇവിടെ ഒരു കമ്പനി സ്ഥാപിക്കുകയാണ്. അതിനാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്താൽ ബയോ മാഗ്നറ്റിസത്തിലും ടെക്നോളജിയിലും എടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അതിലും
കൂടുതലായിട്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്നത്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് മുംബൈയിലെ മിറാർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓൺ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസും അതേപോലെ ഫാക്ടറിയും നമുക്കുണ്ട്. അതേപോലെ മുംബൈ തന്നെയുള്ള ദാദറിലുള്ള കോഹിനൂർ ടവറിൽ നമ്മുടെ ഇന്ത്യയിലെ ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്ന 6500 സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസും ഉള്ള ഒരു വലിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. എല്ലാ ലീഗൽ ലൈസൻസുകളും ഈ കാണുന്നത് കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും www.biomagneticmattress.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ അതിലെന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിംഗ് പാൻ കാർഡ്, GST രജിസ്ട്രേഷൻ, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. കാരണം സുതാര്യമായ ഒരു ലീഗലായ എത്തിക്കൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ അശോകസ്തമാണ് ഈ ബയോട്ടോറിയം. ഞാൻ ഈ ബയോട്ടോറിയം എന്ന് എടുത്തു പറയാൻ കാരണം ഈ ബയോട്ടോറിയത്തിന് പകരം വെക്കാൻ ഇന്ത്യയിൽ ഇന്ന് വേറൊരു കമ്പനി ഇല്ല എന്നുള്ളതാണ്. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് ഒരുപാട് കമ്പനികൾ ഇവിടെ വന്നിട്ടുണ്ട്. 1-2 വർഷം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് വൃത്തികേടാക്കിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പേര് തന്നെ എടുത്തു പറയുന്നത്. അശോക സ്തംഭ അവാർഡ് കിട്ടിയ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ബിസിനസ് സ്ട്രാറ്റജിക്ക്, ഏറ്റവും കൂടുതൽ ഓണ്ടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന്, 300-ലധികം കോടിക്ക് മുകളിൽ വരുമാനം നേടിയ ഇന്ത്യക്കാരെ ക്രിയേറ്റ് ചെയ്തതിനൊക്കെ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് ആരോഗ്യം സംരക്ഷിക്കാനും എന്തെങ്കിലും ശരീരത്തിൽ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു. അപ്പൊ ഹോസ്പിറ്റൽ വേണ്ടല്ലോ, ഡോക്ടർ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2021 കമ്പനി പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം 2023 ഇന്ത്യൻ കമ്പനികളിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് കമ്പനി, ഏറ്റവും ആശ്ചര്യജനകമായ കമ്പനി എന്നുള്ളൊരു അവാർഡ് കിട്ടിയത് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 2 കാരണങ്ങളുണ്ട്. 250 കൊണ്ട് തന്നെ കമ്പനി രൂപയ്ക്ക് മുമ്പ് വരുമാനം നേടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ സയൻസ് ഒരിക്കലും ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ്. വലതുഭാഗത്ത് കാണുന്ന അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്നും നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി ദ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങുന്ന ഒരു ഫോട്ടോ ആണ്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബ്രാൻഡ്. ഞങ്ങൾ എന്താണോ നിങ്ങളോട് പറയുന്നത് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ ആയി പ്രൊഡക്റ്റിന് ഉണ്ടാവും എന്ന് അടിവരയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള 2 പിക്ചറുകളാണ് ഈ കാണുന്നത്. ഒട്ടനവധി അവാർഡുകൾ ഡയറക്ട് സെല്ലിംഗ് മേഖലകളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ള പല ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോഷറൊക്കെ അവർ PDF ആയിട്ട് തന്നെ അയച്ചു തരും. ഇതാണ് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ നടന്നത്. ഈ കമ്പനി മറ്റ് സാധാരണഗതിയിൽ നിങ്ങൾ ഇതുവരെ കേട്ട പോലെയുള്ള ഒരു കമ്പനിയുമായിട്ട് താരതമ്യപ്പെടുത്തരുത് എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. കാരണം എന്നെ പോലെയുള്ള 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾ ജീവിതമാർഗമായി ഒരു സെല്ലിംഗിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ നടപടികളുള്ള സമയത്ത് ഇന്ത്യയിൽ ഇന്ന് എത്തിക്കലായി 100% ലീഗലായി വർക്ക് ചെയ്യുന്ന ചുരുക്കം കമ്പനികളിൽ 13ാം സ്ഥാനത്തുള്ള കമ്പനി ഇപ്പോ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൊഡക്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് വന്നപ്പോൾ നമുക്കറിയാം, വെൽനസും ഇൽനസും 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് രോഗം വന്ന് ചികിത്സിക്കുന്ന ഒരു മേഖലയും മറ്റൊന്ന് അസുഖം വരാതെ സൗഖ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു പോംവഴിയുമാണ്. അപ്പൊ വെൽനസ് ആണ് ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് രോഗം വരാതെ നോക്കുന്നല്ലേ. അപ്പൊ നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് തന്നെ പറയാം, ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിന്റെ കൂടെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം നേടിക്കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഹെൽത്തി ആയ വെൽത്തി ആയ ആളുകൾ
ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട്, ഒരു കുടുംബം, ഒരു വീട് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു കോട്ട് നിങ്ങളൊരു ശ്രദ്ധ, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അസുഖം ശേഷം ആ അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാകും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. ഞാനും നിങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കില്ല എന്നുള്ളത്. എല്ലാം രോഗം വന്നതിന് ശേഷം നമുക്ക് മെഡിസിൻ എടുക്കാം, അല്ലെ, ഡോക്ടറെ കാണാം, ഹോസ്പിറ്റൽ പോകുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് 90% കൂടുതൽ ആളുകളുള്ളത്. വെൽനസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഈ രാജ്യത്ത്, ലോകത്തില് ഒരുപാട് കാര്യങ്ങൾ കാരണം ഒരു പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂരിന്റെ പ്രസ്താവന എഴുതി, ദാരിദ്ര്യത്തിലേക്കുള്ള ദൂരം കേവലം ഒരു അസുഖം മാത്രമാണ് എന്ന് പറഞ്ഞൊരു കോട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുട്ടി വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ വ്യവസ്ഥ പോകുന്നുള്ളത്. ഹെൽത്ത് ഈസ് വെൽത്ത് എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ഹാവ് ഹെൽത്ത് യു ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്, ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ഹെൽത്ത് വാട്ട് എൽസ് യു ഹാവ് ഡസ് നോട്ട് മാറ്റർ അറ്റ് എനി. എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഒരു എന്തായിരിക്കും, വ്യർത്ഥമായി പോകുന്നതാണ്. ഈ പിക്ചർ കാണുന്നത് പോലെ ഒരു 10,000 എന്ന് പറയുന്ന ഒരു ഫിഗർ ഞാനിവിടെ ഉണ്ട്. അതിന് മൂല്യം കൊടുക്കുന്നത് ഒന്നാണ് അല്ലെ. ആ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതൊരു 0 ആണ്. അതിൽ എത്ര 0 ഉണ്ടെങ്കിലും അതിന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെ. നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ, പണം സമ്പാദിക്കണമെങ്കിൽ, കുടുംബമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ, സ്വപ്നങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ നേടണമെങ്കിലൊക്കെ ഈ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോഗ്യമില്ലെങ്കിൽ ഒന്നും എന്താവില്ല, നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ലതാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഈ ആളുകളൊക്കെ, ഇപ്പോ നമ്മൾ ഈ സൂമിലുള്ള ആളുകളൊക്കെ ആരോഗ്യത്തെ കുറിച്ച് ബോധവാനായ ആളുകളാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നമ്മൾ വായിച്ച് ശ്രദ്ധിക്കാതെ വിട്ടുപോയ ചില കാര്യങ്ങളാണ്. ഇത് പത്രക്കട്ടിങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ്. ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന് കയറണം. രോഗികളുടെ എണ്ണത്തിൽ സംസ്ഥാനം 1ാം സ്ഥാനത്തേക്ക്. ആരോഗ്യ വകുപ്പ് സമഗ്ര പഠനം തുടങ്ങി. ഈ വാർത്ത നിങ്ങൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടൊരു വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിൽ 50 ലക്ഷം ആളുകളെ സ്ക്രീനിങ് നടത്തിയപ്പോൾ അതിൽ 46% കൂടുതൽ ആളുകൾ ജീവിതശൈലി രോഗങ്ങളുടെ പടിവാതിൽക്കലാണെന്നതാണ്. തൊട്ട് താഴെ കാണുന്നത്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ആളുകളോട് പറയാറുള്ളത് ബ്ലഡ് കോട്ടാകാതിരിക്കാനും അല്ലെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ തടയാനൊക്കെ പറ്റുന്ന ഒരു പ്രത്യേകത കൂടി മാഗ്നറ്റിക് തെറാപ്പിക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അന്ന് നമ്മൾ കളിയാക്കിയിരുന്നു. പക്ഷേ കോവിഡ് അണ്ടർ രോഗബാധ 3 ഇരട്ടി വരെ വർദ്ധിച്ചു എന്ന് ഡോക്ടർ സൗമ്യ സ്വാമിനാഥന്റെ പ്രസ്താവന. അദ്ദേഹം ലോകാരോഗ്യ സംഘടനയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇത് വളരെ ഒരുപാട് ആളുകളുടെ കണ്ണു തുറപ്പിച്ച ഒരു ന്യൂസ് ആയിരുന്നു. ഈ സൊല്യൂഷൻ ഇതിനുള്ള എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശീലിക്കുന്നത്. ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി ഇന്ന് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതിയാണ്. ഈ ഒരു അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങാനോ ഈ കമ്പനിയുടെ അസോസിയേഷൻ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത് ഒരു കാരണവശാലും കേട്ട് കഴിഞ്ഞതിന് ശേഷം അത് വിട്ടുകളയരുത് എന്നാണ് എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത്. കാരണം ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ 1493 മുതൽ 1541 വരെ ജീവിച്ചിരുന്ന ഒരു സ്വിസ് നാച്ചുറൽ ഹീലർ എന്ന ഡോക്ടറായിരുന്നു പരാസെലസ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിസത്തെ കുറിച്ച് അതിന്റെ മെഡിക്കൽ യൂസിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതി. നമ്മുടെ ആയുർവേദം പോലെ ലോകത്തിലെ ഗ്രീക്ക്, ഈജിപ്ത്, കൊറിയ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ ഒരു 3000 വർഷം പഴക്കമുള്ള ചികിത്സാ രീതി. ഈ താഴെ കാണുന്നത് ഏകദേശം 2000 വർഷം മുന്നേ അക്യുപങ്ക്ചർ പോയിന്റിലൊക്കെ മാഗ്നറ്റിക് സ്റ്റോണുകൾ ഉപയോഗിച്ച് ശരീരത്തിലെ ഇംബാലൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരുപാട് നോട്ട്സുകളൊക്കെ പണ്ട് മുതലേ പല വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇത് ആളുകൾ ഇത് ഇത്രത്തോളം വിശ്വസിക്കാറില്ല. പക്ഷെ തിരിച്ച് 1954 ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ലീനസ് കാൾ പോളിങ്ങിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു പഠനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ അയൺ കണ്ടന്റും
മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഒരു പുഷ് പുൾ ആക്ഷനിലാണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്ന ഒരു പഠനമുണ്ട്. അത് നോബൽ സമ്മാനം കിട്ടിയില്ല. അപ്പൊ ഇത് സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത മേഖല ആയതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ശ്രദ്ധ ഞാൻ നിങ്ങൾക്ക് ക്ഷണിക്കുകയാണ്. ആമസോണ്, ഫ്ലിപ്കാർട്ടിലൊക്കെ ബയോമാഗ്നറ്റിക് തെറാപ്പിയായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ബുക്സുകൾ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കോടിക്കണക്കിന് പ്രബന്ധങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നടന്ന പരീക്ഷണങ്ങളും ക്ലിനിക്കൽ ട്രയലുകളും ഒക്കെ എന്തുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലെ ഒരു മാഗ്നറ്റോ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ബുക്കാണ് നിങ്ങൾ കാണുന്നത്. ഡോക്ടർ HL ബെൻസലും അതേപോലെ ഡോക്ടർ RS ബെൻസലും കൂടി എഴുതിയാണ്. ഇവർ രണ്ടുപേരും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിരുന്നു. അതില് അവര് ട്രീറ്റ് ചെയ്ത 1970-75 കാലഘട്ടത്തിലൊക്കെ അവർ ട്രീറ്റ് ചെയ്ത ഡൽഹി ആസ്ഥാനമായി അവർക്കൊരു അസോസിയേഷൻ വരെ ഉണ്ടായിരുന്നു. അവർ ട്രീറ്റ് ചെയ്ത രോഗികളുടെ പേര് വിവരങ്ങളടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വലതുഭാഗത്ത് കാണുന്നത് നേരത്തെ ചന്ദ്രമാഷ് പറഞ്ഞ മാഗ്നറ്റിക് തെറാപ്പിയിൽ മാസ്റ്റർ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഇതിന് PhD ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് ഈ ഒരു ചികിത്സാ രീതി വന്ന സമയത്ത് ആരോഗ്യ മന്ത്രാലയം അതിന്റെ നാച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ച ചികിത്സാ രീതിയാണ്. ഇതിന് സൈഡ് എഫക്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ഉൽപ്പന്നത്തിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടാനുള്ള കാരണം ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച ആളുകൾക്ക് ആ 2019-2020 കാലഘട്ടത്തിൽ ഈ കോവിഡിന്റെ മൂർധന്യ അവസ്ഥയിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ അവിടെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾക്ക് മരണനിരക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ ഒരു അവാർഡാണ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ്. അത്രയും മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും മൂല്യമുണ്ടെന്ന് പറയുമ്പോൾ ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ അല്ല എന്നുള്ളത് കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ 5 എനർജി സ്രോതസ്സുകൾ ആവശ്യം അല്ലെ. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ശുദ്ധമായ വായു, അതേപോലെ ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം, സൂര്യപ്രകാശം, ഈ 4 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ അല്ലെ. ജീവൻ സ്പന്ദിക്കുമെങ്കിൽ മാഗ്നറ്റിസം കൂടി തീരും. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി, ഒരു ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് തെറാപ്പിയാണ് ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. 50 വർഷം മുന്നേ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ പൊല്യൂഷൻ ഇല്ലായിരുന്നു, ബിൽഡിങ്ങുകൾ ഇല്ലായിരുന്നു, നാച്ചുറൽ ആയിട്ടുള്ള വീടുകളായിരുന്നു, ഫാമൊക്കെ ഫ്രഷ് ഫാമുകളായിരുന്നു. പിന്നീട് പൊല്യൂഷനൊക്കെ വന്നു, ബിൽഡിങ്ങുകളൊക്കെ ഇരുമ്പിന്റെ കൂടാരങ്ങളായി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം മായം ചേർന്നതായി. പക്ഷേ ഒരു 40-50 വർഷം മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ച സമയത്ത് അവർക്ക് ഈ മണ്ണിൽ നിന്നും ഈ പറഞ്ഞ 5 എനർജിയും കിട്ടിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവരാരും ചെരുപ്പ് ചവിട്ടാതെ മണ്ണുമായിട്ട് സമ്പർക്കത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരുന്നു. ഈ ഒരു കേരള കൗമുദിയിൽ വന്ന ലേഖനം പാദരക്ഷകൾ ലോകത്തിലെ കണ്ടുകൊടുത്തു. പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ലേഖനത്തെ പറയുന്നത് നമ്മുടെ ശരീരത്തില് ചന്ദ്രമാഷ എന്താ പറയാൻ വന്നു? ഇല്ലില്ല. ഓക്കെ. നമ്മുടെ ശരീരത്തില് ഈ മാഗ്നറ്റിക് ഫീൽഡിലാകുന്ന സമയത്താണ് എർത്തിങ് എന്നുള്ള പ്രോസസ് നടക്കുക. ഈ എർത്തിങ് എന്നുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പുനരുജ്ജീവനൊക്കെ സാധ്യമാക്കുന്ന തരത്തിൽ എനർജി അതിനുണ്ടെന്നാണ്. ഓക്സിജൻ ലെവൽ എൻഹാൻസ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകാനൊക്കെ സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന ഈ ഒരു തെറാപ്പി സിസ്റ്റം നിങ്ങളിലേക്ക് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാനും ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യാനും സഹായിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. പലതരത്തിലുള്ള റേഡിയേഷൻ. ഈ റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന എനർജി ലോസിനെ തടയാൻ വരെ ഈ ഒരു ഉൽപ്പന്നം സഹായിക്കും. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് റേഡിയേഷൻ തടയുമെന്നുള്ളത്. നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നിങ്ങളുടെ മുന്നിൽ ഡെമോ തന്ന് പ്രൂവ് ചെയ്ത് തരും. അപ്പൊ ആ ഒരു ഡെമോക്ക് വേണ്ടി നിങ്ങൾക്ക് അവരെ സമീപിക്കാം, വിളിക്കാം എന്നുള്ളതാണ്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പർ ആവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുമ്പോൾ എല്ലാ ഓർഗൻസും ഹെൽത്തി ആവും. ഈ ഓർഗൻസ് ഹെൽത്തി ആവുമ്പോൾ എല്ലാ ഫംഗ്ഷനും പ്രോപ്പറായി നടക്കുമ്പോൾ നമ്മൾ അനാരോഗ്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്.
ഈ സ്ക്രീനിൽ കാണുന്ന അസുഖങ്ങൾ ഏകദേശം 300ഓളം നമ്മുടേതായിട്ടുള്ള ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട ഇന്ന് കണ്ടുപിടിച്ച അസുഖങ്ങളും കണ്ടുപിടിക്കാത്തതുമായ അസുഖങ്ങളൊക്കെ ഈ ബ്ലഡ് സർക്കുലേഷന്റെ കുറവ് കൊണ്ടും ഓക്സിജൻ ലെവലിന്റെ കുറവ് കൊണ്ടും വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിവെൻഷനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. കുറെ ഞെട്ടിക്കുന്ന വാർത്തകളുണ്ട്. 2019 ഇന്ത്യയിൽ മരണങ്ങൾ 60% ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം, ശ്വാസകോശ രോഗം, സ്ട്രോക്ക്, വൃക്ക സംബന്ധമായ രോഗങ്ങള്, മാനസിക അസ്വസ്ഥതകള്, ഇവയിലൂടെയാണ് ആളുകള് രോഗിയായി മരണപ്പെടുന്നതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇതില് ബഹുഭൂരിപക്ഷ ഇന്ത്യക്കാരും 30 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളപ്പോൾ അവരുടെ 70ാം ജന്മദിനത്തിന് മുന്നേ ഇവർക്ക് കീഴടങ്ങും. 2019 റിപ്പോർട്ടാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരെ BP, ഷുഗറും കൊളസ്ട്രോളും ഒക്കെയാണ് അല്ലെ. അതേപോലെ തന്നെ 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഇപ്പൊ കോവിഡിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റിപ്പോർട്ടും ഞാനിത് ഇവിടെ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും. ഈ റിപ്പോർട്ടും ഇപ്പൊ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് 2019 ശേഷം. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബർത്ത് റൈറ്റ് ആണ് അല്ലെ. കോവിഡിന് ശേഷം ലോകത്തിൽ 71 രാജ്യങ്ങളിൽ നടന്ന പഠനങ്ങൾ പറയുന്നത് 30.4% ഇന്ത്യക്കാരും തങ്ങളുടെ മാനസികാരോഗ്യവുമായി മല്ലടിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ 27.1% ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടെത്തി. വലതുഭാഗത്ത് കാണുന്ന അതിന്റെ റിസർച്ച് അത് പബ്ലിഷ് ചെയ്താണ് അവർ. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരുടെ അവസ്ഥ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു സ്ട്രെസ് ആണ്, ഡിപ്രഷൻ ആണ്, ആങ്സൈറ്റി ആണ്, പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സാമ്പത്തികവും അല്ലാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കോവിഡിന് ശേഷം വന്ന മാനസികാരോഗ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇത് WHO വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പേര് കാണിച്ച് ക്ഷീണം, അതേപോലെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള്, മെമ്മറി, അതേപോലെ കോൺസെൻട്രേഷൻ കുറയുന്ന ആളുകള്, ഇടയ്ക്കിടയ്ക്ക് കഫ് വരുന്ന ആളുകള്, നെഞ്ചുവേദന വരുന്ന ആളുകള്, അതേപോലെ സ്പീക്കിംഗ് ട്രബിള്, നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള്, മസിൽ പെയിനുകളുള്ള ആളുകള്, അതേപോലെ സ്മെല്ലും ടേസ്റ്റ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകള്, ഡിപ്രഷൻ, ആങ്സൈറ്റിയും ആളുകൾക്ക് കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതാണ്. ഇതൊക്കെ ലോകത്താകെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ട് കൂടുതലാണ് എന്ന് പറയുന്നത്. അതിൽ വളരെ വ്യക്തമായി അവർ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് പീപ്പിൾ വിത്ത് പോസ്റ്റ് COVID-19 കണ്ടീഷൻ ഓൾസോ നോൺ ആസ് ലോങ് കോവിഡ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ പലരും ഈ ന്യൂമോണിയയും എന്താ പറയാ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് ദൈനംദിന ജീവിതത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, നമ്മളെ വീട്ടിലും ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി, ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാട് ആളുകൾക്ക് കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച വാർത്തകളായിരിക്കും. നമ്മൾ വാക്സിൻ എടുത്ത ആളുകളാണ്, വാക്സിന്റെ സൈഡ് എഫക്ട് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നു. കോവിഷീൽഡിനും കോവാക്സിനും ഒക്കെ അല്ലെ. അതൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ, നമ്മുടെ ടോപ്പിക് അല്ല. എന്നാലും ഒന്ന് കണ്ണു തുറക്കാൻ വേണ്ടി, കാരണം കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളത്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ അമേരിക്കയിൽ നടന്ന ഒരു പഠനം, അതും കൂടി നിങ്ങളിലേക്ക് സൂചിപ്പിക്കുകയാണ്. അമേരിക്കയിൽ നടന്ന പഠനം, ആദ്യത്തെ തരംഗത്തിൽ കോവിഡ് വന്ന ആളുകളായിരുന്നു 3 വർഷം കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്ന് മരണപ്പെട്ടത്. രണ്ടാമത്തെ തരംഗത്തിൽ വന്ന രോഗികൾ ഈ 3 വർഷം കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് ഓക്സിജൻ ലെവൽ കുറയാനും ന്യൂമോണിയ വരാനൊക്കെ സാധ്യതയുള്ള പഠനങ്ങളുണ്ട്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ്. ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു തെറാപ്പിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മെഡിസിൻ ബോക്സ് ഇല്ലാത്ത വീടില്ല അല്ലെ, BP ചെക്ക് ചെയ്യുന്ന മെഷീൻ ഇല്ലാത്ത വീടില്ല, ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഇല്ലാത്ത വീടുകളിൽ. ഇതൊക്കെ സർവ്വസാധാരണമായി ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലും എന്ത് ചെയ്തു, എല്ലാ ഫാമിലിയിലും എന്ത് ചെയ്തു, ഇതൊക്കെ ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് അവിടെയുള്ള 1-2 ആളുകൾ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഈ അസുഖങ്ങളൊക്കെ വന്ന് മെഡിസിൻ എടുത്ത് ഒരു 10 വർഷമോ അല്ലെ 15 വർഷം ആകുമ്പോഴേക്കും അവർ ഡയാലിസിസ് സെന്ററിലേക്ക് എത്തപ്പെടുന്നതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. OP എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28,400 കോടി രൂപയാണ് 2021-22 എന്ത് ചെയ്തത് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ആരോഗ്യ പരിപാലന ചെലവിന്റെ കാര്യത്തിലും ഇന്ത്യക്കാർ മാനസിക സമ്മർദ്ദം നേരിടുന്നു. ആരോഗ്യത്തിനായുള്ള ഉയർന്ന ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവ് പ്രതിവർഷം 55 ദശലക്ഷം ആളുകളെ
ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതാണ്. 17% കുടുംബങ്ങളും ഓരോ വർഷവും വിനാശകരമായ തരത്തിൽ എന്ത് ചെയ്യുന്നു, സാമ്പത്തികമായും മാനസികമായും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് WHO റിപ്പോർട്ടാണ്. അപ്പോ ഇതൊക്കെ പറയുമ്പോ ഇതിലൊക്കെ നമ്മളും കൂടി പെടുന്നുള്ളതാണ്. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഇതിലൊക്കെ പെടുന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പ്, അതേപോലെ റോങ് ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഉദാസീനമായ ജീവിത രീതി, അതേപോലെ തന്നെ നമ്മുടെ അഡിക്ഷൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ രോഗികളാക്കി മാറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരമുള്ള അനാരോഗ്യകരമായ അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്ക് പോകാതെ സംരക്ഷിക്കാനും, ഇനി അങ്ങനെ ആർക്കെങ്കിലും ഡിസോർഡർ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു തെറാപ്പി എന്ന് ഞാൻ പറയുമ്പോൾ ഇതിലെന്താണ് ഇതിന്റെ കണ്ടന്റ് എന്നുള്ളതാണ്. നിയോഡൈമിയം എന്ന് പറയുന്ന എർത്ത് മാഗ്നറ്റ് ആണ്, മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, നാസയിലൊക്കെ പോകുന്ന ഓസ്ട്രന്റുകൾ അവരുടെ ഷൂലേസിലും ജാക്കറ്റിലും ഹെൽമെറ്റിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് ആണ് നിയോഡൈമിയം. ഇതെന്തിനാ വെച്ചാൽ ഭൂമിയുടെ പ്രതലം വിട്ട് കഴിഞ്ഞാൽ അവർക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാനും അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കൊളാപ്സ് ആവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പോലും ഉപയോഗിക്കുന്ന സെയിം ഗ്രേഡ് ഉള്ള മാഗ്നറ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രൊഡക്റ്റുകൾക്ക് ഇത്രയും റിസൾട്ട്, മിറാക്കിളായിട്ടുള്ള റിസൾട്ടുകൾ. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കിറ്റാണ്, ഒരു ബയോമാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ഒരു കിറ്റാണ്. അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് മാട്രസ് പാഡ്, പില്ലോ പാഡ്. നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ വിരിച്ച് കിടക്കുമ്പോൾ ഒരുപാടൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. പഴയ ഒരു ചാണകം മെഴിയ കോരായുള്ള വീടിലൊക്കെ കിടക്കുന്ന സമയത്ത് ആകുന്ന ഒരു എനർജി അതിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നാനോ ടെക്നോളജി ഉപയോഗിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് നോർത്ത് സൗത്ത് പോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റുകളിൽ ഈ നിയോഡൈമിയം മാഗ്നറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ കിടന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ഡീപ്പായിട്ട് ഉറങ്ങും. കാരണം മെലാറ്റിൻ ഹോർമോണിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഡൈമിയത്തിന് കഴിയുന്നുണ്ട്. ഈ ഉറക്കം പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ ശുദ്ധീകരണം നടക്കുന്നു, ഹോർമോണിന് ബാലൻസ് ചെയ്യപ്പെടുന്നു, എല്ലാ തരത്തിലുള്ള ബോഡി പെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലീഫ് കിട്ടുന്നതാണ്. ഒരു നാച്ചുറൽ പെയിൻ കില്ലർ കൂടിയാണിത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് എന്തുണ്ട്, ഈ ഞാനീ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് റിസ്റ്റ് ബാൻ എന്ന് പറയും. റിസ്റ്റ് ബാൻ എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഇതിൽ കിടക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് തന്നെ നമ്മളാവാൻ വേണ്ടി ഇതേപോലെ കയ്യിൽ ധരിക്കുന്ന ഒരു റിസ്റ്റ് ബാൻഡ്. 2 ടൈപ്പ് റിസ്റ്റ് ബാൻഡ് കിട്ടും. ഒന്ന് ലെതറിന്റെ അതിനൊരു വള്ളിയുണ്ട്, നീളമുള്ള. അതെന്തിനാ വെച്ചാൽ നമുക്ക് തലവേദനയുടെ തലക്ക് കെട്ടാൻ പറ്റും, കഴുത്ത് വേദനയുടെ കഴുത്തിന് കെട്ടാം. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്തിന് കെട്ടിക്കൊടുത്ത ആശ്വാസം കിട്ടിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്നും ഒരു മെഡിസിന് പകരമല്ല എന്നുള്ളത് കൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം തിരിച്ചു വരുമ്പോൾ രോഗാവസ്ഥ മാറി വരുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. BP കൂടുതലാണെങ്കിൽ നിർബന്ധമായിട്ടും വലത് കൈയുടെ റിസ്റ്റ് തന്നെ കെട്ടണം. ലോ BP ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇടത് കൈയിലെ റിസ്റ്റിലാണ് കെട്ടേണ്ടത്. അപ്പം ഒരു 4-5 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഓർഡർ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പ്രൊഡക്റ്റിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കിറ്റിലുള്ളത് വാട്ടർ എനർജി പാഡാണ്, മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് വാട്ടർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു 60-70% ജലം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്ത് കയറിപ്പോകും. ഈ മാഗ്നറ്റിക് വാട്ടർ ആണ് കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സെല്ലുകളിലേക്ക് എത്തുന്ന ജലാംശം കൂടുതലായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാൻ സഹായിക്കും. ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിനെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും. എപ്പോഴും നിർജ്ജലീകരണത്തിനെ തടയാൻ പറ്റും. അപ്പം എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിന് പുറന്തള്ളുന്ന സമയത്താണ് പലർക്കും ആസ്മ, പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ റിക്കവറി സാധ്യമാകുന്നത്. അതുപോലെ വെരിക്കോസ് വെയിന്, വെരിക്കോസ് അൾസർ, അതേപോലെ ഡയബറ്റിക് ഫുഡുള്ള ആളുകൾക്കൊക്കെ റിലീഫ് കിട്ടിയായിട്ട് ഒട്ടനവധി അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ. അപ്പൊ നമ്മുടെ പ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കും. സ്കിന്നിന് നല്ല ഗ്ലോ ആയിരിക്കും. ഒരു ആന്റി ഏജിങ് ആണ് ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് വാട്ടർ. നിങ്ങൾ ഇത് യൂട്യൂബ് എടുത്തിട്ട് ബെനിഫിറ്റ് ഓഫ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ കാണാൻ പറ്റും, ഗൂഗിളിലും കിട്ടും. അതേപോലെ നമ്മുടെ പെട്ടെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ചെടികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ചെടിക്കൊക്കെ ഈ മാഗ്നറ്റിക് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും മിറാക്കിളായിട്ടുള്ള ഒരു വെള്ളം, റഷ്യക്കാർ ഇതിനെ വിളിക്കുന്നത് വണ്ടർ വാട്ടർ എന്നാണ്. നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. വണ്ടർ വാട്ടർ എന്നാണ് മാഗ്നറ്റിക് വാട്ടറിനെ റഷ്യക്കാർ വിളിക്കുന്നത്.
ഇനി ഈ വെള്ളം എന്തിനു കുടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പി എന്തിനു ഉപയോഗിക്കണം, അല്ലെ? നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് വെറുതെ ഒരു സമയം കളയാനല്ല. ആരോ വളരെ പ്രിയപ്പെട്ട ഒരാള് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരു പ്രൊജക്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ക്ഷണിച്ചതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന റിസർച്ച് 2011 റോഞ്ചിയോ ടാവോ എന്ന് പറയുന്ന ഫിസിക്സിന്റെ പ്രൊഫസറായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ PhD പ്രൊഫസർ 2011 അദ്ദേഹം ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞു, 1 മിനിറ്റ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ സാന്ദ്രത 20 മുതൽ 30% വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 2021 അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ് വലതു ഭാഗത്തുള്ളത്. നിങ്ങൾക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിൽ ഇത് കിട്ടും, വിത്ത് വീഡിയോ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്നത് COVID-19 ശേഷം ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, ഡിസാസ്റ്റർ എന്നാണ് അദ്ദേഹം എഴുതിയത്. ഒന്ന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ആണ്. ഇതിന്റെ രണ്ടിന്റെയും മൂല കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ തിക്നെസ് കൂടുന്നതാണ്. ഇതിനെ നോർമൽ ചെയ്യാൻ പറ്റുന്നത് മാഗ്നറ്റിക് തെറാപ്പിക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും എക്കോസ്പിൻ പോലുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പൊ അത്രയും പ്രാധാന്യം ഒരു ഹാർട്ട് അറ്റാക്കിന് സ്ട്രോക്കിനെയും വരെ ഒരു പരിധി വരെ അറിയാൻ പറ്റുന്നതാണ്. ഇത് സയന്റിഫിക് ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ DNA-യിലും സെല്ലുകൾക്ക് എന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ സയൻസ് ഓൾറെഡി എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മുടെ സെല്ലുകള് പുനരുജ്ജീവിക്കാനും സെൽ ഡിവിഷനും ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് കൂടിയേ തീരും. നമ്മുടെ അവയവങ്ങളുടെ പ്രോപ്പറായ പ്രവർത്തനത്തിന് മാഗ്നറ്റിക് ഫീൽഡ് കൂടിയേ തീരും. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്താൽ മനസ്സിലാവും. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ആദ്യമായി കേൾക്കുന്നതാണ്. കാരണം ഞാനും 10-43 വർഷം ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കൂട്ടരുണ്ട്. എന്ന് വെച്ചാൽ ഗർഭിണികൾ ഇത് ഒരു 3 മാസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വേറെ സൈഡ് എഫക്ട് കൊണ്ടൊന്നല്ല. അവർക്ക് 3 മാസം കഴിഞ്ഞ് ഹോർമോൺ ചേഞ്ചിലൂടെ ഉണ്ടാകുന്ന BP ഷൂട്ടാവാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടാവും, അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും, ഛർദിയുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തൽക്കാലം ഇത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. രണ്ടാമത് പേസ് മേക്കർ ഫിറ്റ് ചെയ്ത ആളുകളും ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്ത ആളുകളും ഈ പ്രൊഡക്റ്റ് മാട്രസ്പാഡിൽ പ്രത്യേകിച്ച് കിടന്ന് ഉറങ്ങാൻ പാടില്ല. വെള്ളം കുടിക്കുന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല. അതേപോലെ ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും കൂടുതൽ സമയം നമ്മുടെ പ്രൊഡക്റ്റിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. ഇത് അലക്കാൻ പാടില്ല, നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഇട്ടിട്ട് ഉണക്കാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി, അത് മാത്രമല്ല നമ്മുടെ അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്ന ഇത്രയും മൂല്യമുള്ള ഒരു ഉൽപ്പന്നം മിനിമം 25 വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് അതിന്റെ 100 ഇരട്ടി മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് eBioTOR എന്ന് പറയുന്ന കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും റിസൾട്ട് ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് വരും. ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടും. 35 ലക്ഷത്തിൽ കൂടുതൽ കസ്റ്റമർക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ 35 ലക്ഷത്തിൽ കൂടുതൽ റിസൾട്ടുകളാണ്. പലതും പല തരത്തിലുള്ള ഡിസോർഡറുകൾ മാറിയ ആളുകളാണ്. ഇത് സോറിയാസിസ് വന്ന് 20 വർഷത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു വ്യക്തിക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 4 മാസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണിത്. അതേപോലെ വെരിക്കോസ് അൾസർ വന്ന് പഴുത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്ക് കിട്ടിയ റിസൾട്ടാണിത്. ഇത് ഡയബറ്റിക് ഫുഡാണ്. കോഴിക്കോടുള്ള 3 ഹോസ്പിറ്റലിൽ നിന്ന് മുറിക്കണമെന്ന് പറഞ്ഞ, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കാലിൽ മുജുകുന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 3-4 മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കാലിന്റെ അവസ്ഥയാണ് താഴെ കാണുന്നത്. ഞാനിത് പറയുന്നത് ഇത്രയും ഭീകരമായ അവസ്ഥയിൽ നിന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യത്തിലേക്ക് വരാൻ വേണ്ടി സഹായിച്ച ഒരു ഉൽപ്പന്നം. അതേപോലെ തന്നെ വലതുഭാഗത്ത് കാണുന്ന വെരിക്കോസ് വന്നു കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും മഞ്ചേരിയുള്ള ഒരു സ്ത്രീക്ക് ലഭിച്ച റിപ്പോർട്ട്. അതേപോലെ ഡയബറ്റിക് ഫുഡാണ്, കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആംപ്യൂട്ടേഷൻ വെച്ച തരത്തിൽ നിന്ന് തിരിച്ച് ആരോഗ്യത്തിലേക്ക് വന്നു. അതേപോലെ എക്സിമ പോലുള്ള അസുഖം, സ്കിൻ ഡിസീസിനൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല്, പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ ആളുകൾക്ക് പൊതുവെ താല്പര്യക്കുറവായിരിക്കും. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയെങ്കിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ ഇത് ചികിത്സിച്ചിരുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന കുറെ രോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, അതേപോലെ തന്നെ കാർപ്പൻ ടണൽ സിൻഡ്രോം, നമ്മുടെ ഉള്ളം കയ്യിൽ ഉണ്ടാകുന്ന വേദന. പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു അസുഖം കൂടുതൽ കമ്പ്യൂട്ടർ കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്ത് ഡ്രൈവേഴ്സിനൊക്കെ കൈക്ക് ഉള്ളിൽ തെരുപ്പ്, അവിടെ ബ്ലോക്ക് എന്നൊക്കെ പറയും. അതിനൊക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
മലബന്ധം പോലുള്ള അസുഖങ്ങൾ, അതേപോലെ മസിൽ ക്രാംസ്, ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറുന്ന ആളുകൾ, മസിൽ പെയിൻ ഉള്ള ആളുകൾ, അതേപോലെ ഇയർ ബാലൻസ് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നടന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. ഫൈബ്രോസിറ്റിസ്, ചില ആളുകളുണ്ട് 10-15 വർഷം പെയിൻ കില്ലർ യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെ. അതേപോലെ ആയിട്ടുള്ള പെയിന് മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കും. യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട ഗൗട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള വേദനകൾ, യൂറിക് ആസിഡിനെ മാറ്റിയെടുക്കാനും കിഡ്നി സ്റ്റോണിന് മാറ്റിയെടുക്കാനും ഒക്കെ ഈ ഒരു ഉൽപ്പന്നം മാഗ്നറ്റിക് വാട്ടർ പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ട്. ഷോൾഡർ പെയിന്, ഫ്രോസൺ ഷോൾഡർ, ഉറക്കമില്ലാത്തൊരവസ്ഥ, ഇൻസോംനിയ ഇന്ന് ഒരുപാട് ആളുകൾ കണ്ടുവരുന്നതാണ്. അതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെറ്റ് ലാഗ്, അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ക്ഷീണത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. മുട്ടുവേദന, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രൽ പെയിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സൈക്ലോപാമോ അല്ലെങ്കിൽ മെഫ്താൽസ്പാസോ കഴിക്കുന്നതിന് പകരം ഒരു മാഗ്നറ്റിക് വാട്ടർ കഴിക്കുകയും അതേപോലെ തന്നെ വാട്ടർ ആൻഡ് ജിപ്പേഡ് നാഭിയിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റിനുള്ളിൽ പെയിന് മാറുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈനയിലും അതേപോലെ തന്നെ ജപ്പാനിലും കൊറിയയിലും ഒക്കെ മാഗ്നറ്റിക് സ്റ്റോണുകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടൊക്കെ ചികിത്സ നടക്കുന്നുണ്ട്. മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏത് കടുത്ത മൈഗ്രെയിൻ ആണെങ്കിലും മാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് നെറ്റിയിലേക്ക് കിട്ടുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ആശ്വാസം കിട്ടിയ ആളുകളുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആളുകൾക്ക് ഒരു പ്രശ്നമാണ് OCD, മാനസികമായിട്ടുള്ള ഒരു വൈകല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്ന ആളുകൾ, ഇപ്പൊ എന്തെങ്കിലും മറന്നു പോകുന്ന ഫീലുള്ള ആളുകൾ, എങ്ങനെയൊക്കെ എപ്പോഴും സംശയങ്ങള്, അനാവശ്യമായ ചിന്തകള് വന്ന് സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരു മാനസിക വിഭ്രാന്തി പോലുള്ള അസുഖങ്ങളൊക്കെ പോലും ഈ മാട്രസ്പേഡ് കിടന്നുറങ്ങുന്ന സമയത്ത് റിലീഫ് കിട്ടിയായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹോർമോൺ ബാലൻസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സന്ധിവാത, ആമവാദം പോലെ അസുഖങ്ങൾക്ക് ജപ്പാൻ നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല ജപ്പാൻ ഹെൽത്ത് മിനിസ്ട്രിയിൽ അംഗീകരിച്ച വേദനകൾ, നമുക്ക് വരുന്ന വേദനകൾ, ബാക്ക് പെയിൻ, റെപ്പിറ്റേറ്റീവ് ഇഞ്ചുറി, അതേപോലെ ടെന്നീസ് എൽബോ പോലുള്ള അസുഖങ്ങൾ, വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണങ്ങള്, മിംപ്ലാഷ്, പിടറി പിടിച്ചു പോകുന്ന അവസ്ഥകള്, അതേപോലെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ സാധിക്കുന്നുണ്ടാണ്. വേറെയും കുറെ പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് ഉണ്ട്. നിങ്ങൾ ആരാണ് ക്ഷണിച്ചത് അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അൾട്രാവറി ജ്യൂസ്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഈ കാണുന്ന കണ്ടന്റുകളാണ് അതിലുള്ളത്. ക്രാൻബെറി, അതേപോലെ ഗ്രീൻ ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, വീറ്റ് ഗ്രാസ്, സീവക്ത്രോൺ, അലോവേര തുടങ്ങി സഫേദ് മുസലി, എൽഡർബറി, സോപ്പാൽമെറ്റോ, ഇങ്ങനെ ആണ്. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് നല്ല ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. തൈറോയിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണ്. പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലിനും പല്ലിനൊക്കെ സഹായിക്കും. അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. സ്കിന്നിന്റെ ആരോഗ്യത്തിന് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. നല്ലൊരു പോഷകാഹാരമാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പോഷകാഹാര കുറവിനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ കണ്ടന്റ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 30 മില്ലി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ മോർപാർ എന്ന് പറയുന്ന ആയുഷ് അംഗീകാരമുള്ള ഒരു രസായന രൂപത്തിലുള്ള ലേഹ്യം നമ്മുടെ 11 ഓർഗൻ വ്യവസ്ഥയെയും ആരോഗ്യത്തിലേക്ക് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. ഒരു സെക്ഷൽ വെൽനസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതേപോലെ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബയോ നാച്ചുറൽസ് എന്ന് പറയുന്ന നമ്മുടെ ഓൺ ബ്രാൻഡിലുള്ള 100% കെമിക്കൽ ഫ്രീ ആയ പ്ലാന്റ് ബേസ്ഡ് കുറച്ച് സപ്ലിമെന്റുകളാണ്. ഇത് ഓരോ സപ്ലിമെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ തരത്തിലുള്ള ഡിസോർഡറുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നുവെച്ചാൽ ഓരോ അവയവത്തിന്റെയും കോശങ്ങളെ പുനർജനിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ചെടികളിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉൽപ്പാദനം. ഇതിനെല്ലാവരും സർട്ടിഫിക്കറ്റ് 100% ഷുഗർ ഫ്രീ ആണ്, ഓർഗാനിക് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വെജിറ്റേറിയൻ ആണെന്നുള്ളതാണ്. USDA സർട്ടിഫൈഡ് ഓർഗാനിക് എന്നാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. അഡ്വാൻസ് ഷുഗർ ബാലൻസ്, നമുക്ക് ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാൻ, ഡയബറ്റിക് വരാതിരിക്കാൻ സഹായിക്കും. അഡ്വാൻസ് ലിവർ ക്ലിൻസ്, ലിവറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അഡ്വാൻസ് ഡിറ്റോക്സ്, ശരീരത്തിലെ മാലിന്യത്തെ പുറന്തള്ളാൻ സഹായിക്കും. ബ്യൂട്ടി വൈറ്റില് നമ്മുടെ മുടിയുടെ അഴകിന് എന്ത് ചെയ്യാൻ, മുടി പൊട്ടിപ്പോകാതിരിക്കാനും ഉള്ളു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നു. ഡീപ്പ് സ്ലീപ്പ്, ഉറക്കം പ്രോപ്പർ ആക്കാൻ വേണ്ടി. omega 3 വെജിറ്റേറിയൻ omega ടാബ്ലറ്റ് ലഭ്യമാണ്. ജോയിന്റ് ഗാർഡ്,
അതേപോലെ മെമ്മറി മാക്സ്, അഡ്വാൻസ് ഹെൽത്തി ഹാർട്ട്, കോൾഡ് റിലീഫ്, ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങളെ ക്ഷണിച്ച ആളുകളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കാറ്റഗറിയിലായിട്ട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്രിൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ത് ചെയ്യും, പ്രതിരോധം ഉള്ള സമയത്താണ് നമുക്ക് ഷുഗർ ആണ്, ഡയബറ്റിക് ആണെന്ന് പറയാം, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ കേസിൽ ഉലുവ കഴിക്കും, ഞാവൽപ്പഴത്തിന്റെ വിത്ത് കഴിക്കും, ചക്കരക്കൊല്ലി കഴിക്കും, പാവക്ക കഴിക്കും, മഞ്ഞൾ കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഒരു ഒറ്റ ടാബ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉലുവ, ഞാവൽപ്പഴ വിത്ത്, ചിറ്റാമൃത്, കറുകപ്പട്ട, ചക്കരക്കൊല്ലി, അശ്വഗന്ധ, പാവയ്ക്ക, മഞ്ഞൾ, ബ്രഹ്മി, നിലവേപ്പ്, കരിഞ്ജീരകം, ശതാവരി തുടങ്ങിയ 17ഓളം ആയുർവേദ സസ്യങ്ങളിൽ നിന്ന് എന്തോ നിങ്ങളുടെ പാങ്ക്രിയാസിന്റെ ബീറ്റാ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമുള്ള അതിന്റെ മൂലകോശങ്ങൾ അതിനെ വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ഇവിടെ 3.5 കോടി ജനങ്ങളുടെ കേരളത്തിൽ 1.5 കോടി ജനങ്ങൾക്കും ഡയബറ്റിക് ആണ്. അപ്പോ ഇനി വരാൻ പോകുന്ന തലമുറ, ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ രംഗം നമ്മൾ സർവേ നടത്തിയപ്പോൾ 46% മലയാളികളും ജീവിത ശൈലി രോഗങ്ങളുടെ പടിവാതിൽ, അതിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ആണ്, അല്ലെ? അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിനെ തടയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പൊ എല്ലാവിധ സർട്ടിഫിക്കേഷനും ഉണ്ട്, അതേപോലെ ഓർഗാനിക് വളങ്ങളുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇന്ന് 30 ലക്ഷത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കുറച്ച് VVIPs ആണിത്. നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിന്റെ മുൻ മന്ത്രി, അതേപോലെ നമ്മുടെ നിതിൻ ഗഡ്കരി സാറ്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി, അതേപോലെ ആരോഗ്യമന്ത്രി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും. ഫാദർ വാൾട്ടർ തലാപ്പള്ളി, സിനിമാ ഫീൽഡിൽ ആളുകൾ, അതേപോലെ സ്പിരിച്വൽ ലീഡേഴ്സ്, പൊളിറ്റീഷ്യൻസ്, അതേപോലെ തന്നെ ഡോക്ടേഴ്സ്. ഇതൊക്കെ ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സൊക്കെ നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് എന്താകൊണ്ടാന്ന് വെച്ചാൽ ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താൻ ഇതിലൂടെ സഹായിക്കും എന്ന് വളരെ ഭംഗിയായി തിരിച്ചറിയുന്ന ഒരു കൂട്ടരാണ് ഡോക്ടേഴ്സ്. കാരണം അവരെപ്പോഴും പേഷ്യന്റായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ്. വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറാത്ത പല അസുഖങ്ങൾക്കും റിലീഫ് കിട്ടിയപ്പോഴാണ് ഇപ്പോ ഒരുപാട് ഡോക്ടേഴ്സ്, ഇന്ത്യയിൽ 5000-ൽ കൂടുതൽ ഡോക്ടർമാർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ അതിനുള്ള തെളിവുകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിലും സ്കൂളുകളിലും കോളേജിലൊക്കെ ഈ ബയോട്ടോറിയം തെറാപ്പിയെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൊച്ചു കേരളത്തിലെ ആരോഗ്യ രംഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് രണ്ടാമതൊരു ഘടകമുണ്ട്. ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിനി നമുക്ക് വരുമാനത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും, പരിതാപകരം. കാരണം കഴിഞ്ഞ 10-15 വർഷമായി ജീവിത ചെലവ് 3 ഇരട്ടി 4 ഇരട്ടി വർദ്ധിച്ചു, വരുമാനം കൂടുന്നില്ല, അല്ലെ? കിട്ടുന്ന ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ 2 പേരും 3 പേരും വർക്ക് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഈ ലോകപ്രശസ്തനായ വാരൻ ബുഫറ്റിന്റെ പ്രസ്താവന എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്തും പണം കിട്ടുന്ന ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ പണിയെടുക്കേണ്ടി വരുന്നത്. എന്നെ കേൾക്കുന്ന ആളുകളും ഞാനും അടങ്ങുന്ന ഒരു സമൂഹം അങ്ങനെയാണ്, അല്ലെ? നമ്മൾ എത്രയോ വർഷം നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ ഇപ്പോഴും അച്ഛനും അച്ഛനും ഒക്കെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, പണിക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? അതെന്തോ എന്ത് തരത്തിലായാലും, ഇനി തൊഴിലുറപ്പാണെങ്കിൽ പോലും, അല്ലെ? അവരൊക്കെ ഒരു റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയത്താണ് ഇപ്പൊ ജീവിത ചെലവ് ഭാരിച്ചതായത് കൊണ്ട് വീണ്ടും അവർ പണിക്ക് പോകേണ്ടിരുന്നത്. അതേപോലെ നമുക്ക് പണം നോക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഏത് തരത്തിലുള്ളത്? സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ പിക്ചർ കാണുന്നത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്, അല്ലെ? തൊഴിലില്ലായ്മക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് നമുക്ക് എടുത്തു പറയാൻ പറ്റും. കേരളത്തിന്റെ അവസ്ഥയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം EMI അടക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ലോകത്തിലെ പല രാജ്യത്തിലും അവരുടെ സമ്പദ് വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടുണ്ടാണ്. നമ്മുടെ ഈ ലോകത്തിൽ 4 തരം ആൾക്കാരുണ്ടാവും. ഒന്ന് എംപ്ലോയീസ്, അതേപോലെ തന്നെ ബിസിനസ്സുകാർ. നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നിവർത്തിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക്. പക്ഷെ ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്തുണ്ടാവും, ഒരുപാട് സുഖലോലുപരായി ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരുടെ സ്റ്റാഫാണ്, ജനങ്ങളാണ്, സിസ്റ്റമാണെന്നുള്ളതാണ്.
അപ്പൊ ലോകത്തിൽ ഏതൊരു സാധാരണക്കാരനും ഒരു അസാധാരണക്കാരനായി ഒരു നല്ല ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റോട് കൂടി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഇൻഡസ്ട്രി വന്നപ്പോൾ ഇവിടെ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, മണി ചെയിന്, തട്ടിപ്പ്, അങ്ങനെയുള്ള പല പരിപാടികൾ വന്നപ്പോ 2011 ഇതിനെ നിരോധിക്കുകയും 2016 ഗവൺമെന്റ് രാഷ്ട്രീയപരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി ഇവിടെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി 2023 എന്ത് ചെയ്തു, സിവിൽ സപ്ലൈസിന്റെ അണ്ടറിലെ കൺസ്യൂമർ അഫയേഴ്സിന്റെ അണ്ടറിൽ ഈ ഇൻഡസ്ട്രിയെ ലീഗലൈസ് ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 100% ലീഗലായ ഒരു ഇൻഡസ്ട്രിയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രത്യേകത, ഈ കാണുന്ന എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അതിന്റെ കടന്നുവരവോടുകൂടി ജോലികൾ നഷ്ടമാകുന്ന അവസ്ഥയുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും തകർക്കാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രി ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ്. കാരണം ഇത് മനുഷ്യനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഇനി പോകുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകൾക്കും നടുവിൽ വളരെ ശക്തമായി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആർക്കും ഒരു പ്രൊഫഷനെ ഏറ്റെടുക്കാൻ പറ്റും. കേരളത്തിൽ നമുക്ക് 5 രാഷ്ട്രീയ പാർട്ടികളിലും വ്യക്തമായ യൂണിയൻ ഉണ്ട്. യൂണിയൻ മെമ്പർഷിപ്പോട് കൂടി നിങ്ങൾക്ക് മറ്റേതൊരു മേഖലയിലും വർക്ക് ചെയ്യുന്ന പോലെ ഡയറക്ട് സെല്ലിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് ആരാണോ ക്ഷണിച്ചത് അവരായിട്ട് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ സൂമിലൂടെ നമുക്ക് സംവദിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ബയോട്ടോറിയം ബിസിനസ് പ്ലാന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഇത്ര സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഒരു 10% കൂടി ശ്രദ്ധയോടുകൂടി ഈ ഒരു പ്ലാന് കേൾക്കുകയാണെങ്കിൽ ലൈഫിൽ മിറാക്കിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടുന്നു, 8ഓളം വരുമാനങ്ങൾ വാങ്ങാൻ പറ്റുന്നു. ഞാൻ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കാൻ കാരണം പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഞാൻ ഇല്ലാതാകുന്ന ഒരു സമയത്ത് എന്റെ കുടുംബത്തിലേക്കുള്ള വരുമാനം നൽകും. നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലൂടെ ടീമിലൂടെ നടക്കുന്ന സെയിൽസിന്റെ കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കാലശേഷം എത്തിച്ചു കൊടുക്കുന്ന മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗിലാണ് നമ്മുടെ കമ്പനി ബിസിനസ് ചെയ്യുന്നതാണ്. അതേപോലെ ലോക രാജ്യങ്ങൾ കാണാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടെന്നതാണ്. തായ്ലൻഡ്, ദുബായ് തുടങ്ങി 16ഓളം രാജ്യങ്ങളുടെ ടൂർ പാക്കേജുകളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാനാണ് ബയോട്ടോറിയം കമ്പനിയുടേത്. ഇതിന്റെ പ്ലാനില് നമുക്ക് വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോയിന്റ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓരോ പ്രൊഡക്റ്റിനും ഓരോ പാക്കേജിനും ഓരോ പോയിന്റ് ഉണ്ട്. മിനിമം 3100 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടി നിങ്ങൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആവണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ 2 ടീം ഉണ്ടാവും. ഒരു ID അവിടെ ഒരു രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ജീനിയസ്, വിന്നർ എന്ന് പറഞ്ഞ 2 ടീം ഉണ്ടാവും. ഈ ടീമിലൂടെ മിനിമം ഒരു 150 പോയിന്റിന്റെ ഒരു സെയിൽ നിങ്ങൾ കമ്പനിയിലേക്ക് സമയത്ത് ഒരു 100 PV വൺ സൈഡിലും അതർ സൈഡിലും 50 PV വന്നാൽ മതി. അത് 425 PV ആകാം, 13 സെയിൽ ആകാം, അല്ലെങ്കിൽ 50 PVയുടെ ഒരു സെയിൽ ആവാം, 100 PVയുടെ ഒരു സെയിൽ ആവാം. എങ്ങനെ ആയാലും നിങ്ങളുടെ ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു, നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവും ബയോട്ടോറിയം കമ്പനിയുടെ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 440 രൂപ 2% TDS കഴിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം നിങ്ങളുടെ ഈ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം 24 മണിക്കൂർ നമുക്കറിയാം അല്ലെ. അതിനെ 2 കട്ട് ഓഫ് ആക്കി 12 മണിക്കൂറിന്റെ 2 കട്ട് ഓഫിൽ നിങ്ങളുടെ ടീമിൽ നടക്കുന്ന സെയിൽസിന്റെ മാച്ചിങ് PVക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ വരുമാനം. രാവിലെ 5 മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു കട്ട് ഓഫും, വൈകിട്ട് 5 മണി രാവിലെ 5 മണി ഒരു കട്ട് ഓഫ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ക്ഷണിച്ച ആളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ലോകത്തിൽ ഒരേ ഒരു കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു ദിവസം 2 നേരം പേ ഔട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലുള്ള ഈ ഒരു ടീമിൽ നിന്ന് തന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിലൂടെ ഫ്ലൈറ്റിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ചെക്കിംഗ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ ഈ മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ടീം ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ ആ ടീമിലൂടെ നടക്കുന്ന സെയിൽസിന് ഒരു മാച്ചിങ് പോയിന്റ് വാല്യൂ എന്ന് പറയും. നമ്മുടെ 2 ടീമിൽ നടക്കുന്ന സെയിൽസ് വോളിയത്തിനെ മാച്ച് ചെയ്തുകൊണ്ട് ഏതാണോ ചെറുത് ആ ഒരു വാല്യൂ എന്ത് ചെയ്ത് എടുത്തുകൊണ്ടാണ് നമുക്ക്
കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ വരുമാനത്തിന്റെ പേര് സൂപ്പർ അവയർനെസ് ബോണസ്. ഒരു PV 8 രൂപ 80 പൈസ. അങ്ങനെ മാക്സിമം ഒരു കട്ട് ഓഫിൽ 1000 PV 1000 പോയിന്റ് വാല്യൂ മാച്ച് ചെയ്തുകൊണ്ട് 8800 രൂപയും 2 കട്ട് ഓഫിലും കൂടി 24 മണിക്കൂറിനുള്ളിൽ 17600 രൂപയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന് സമയപരിധിയില്ല. ഇതിന് കട്ട് ഓഫ് 12 മണിക്കൂറിന്റെ കട്ട് ഓഫോ 24 മണിക്കൂറിന്റെ കട്ട് ഓഫ് ഒന്നുമില്ല. എപ്പോഴാണോ നിങ്ങളുടെ 2 ടീമിന് സെയിൽ മാച്ച് ചെയ്യുന്നത് അന്ന് ഈ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. രണ്ടാമതൊരു മിറാക്കിൾ വരുമാനം, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു വരുമാനം. അതാണ് eBuyTor എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത. നിങ്ങളുടെ ടീമിൽ നടക്കുന്ന സെയിൽസ് 12 മണിക്കൂറിന്റെ കട്ട് ഓഫിൽ നിങ്ങളുടെ ജീനിയസ് വിന്നർ ടീമിൽ മാച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ നേരത്തെ തന്ന 8 രൂപ 80 പൈസക്ക് പുറമെ ഒരു PVക്ക് 59 രൂപ 40 പൈസ നിരക്കിൽ മാക്സിമം 100 PV മാച്ച് ചെയ്തുകൊണ്ട് 5940 രാവിലെയും 5940 വൈകുന്നേരവും 11850 രൂപ 2% TDS നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഈ 2 വരുമാനം മാത്രം 580 രൂപ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഈസിയായി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നെ കേൾക്കുന്ന പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വരുന്ന ആൾക്ക് ഏറ്റവും ഈസിയായി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വരുമാനമാണ് ഞാൻ പറയാൻ പോകുന്നത്. 50 PVയുടെ 2 സെയിൽ മാച്ച് ചെയ്താൽ ഒരു കട്ട് ഓഫിൽ 3510 രൂപ കിട്ടും. 100 PVയുടെ സെയിൽ മാച്ച് ചെയ്താൽ 6820 രൂപ കിട്ടും. 10 പ്രാവശ്യം നിങ്ങൾക്ക് ഈ സെയിൽ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ 68,200 രൂപ ഒരു മാസത്തെ വരുമാനമാണ്. ഏറ്റവും സാധ്യമായ കാര്യമാണ്. കാരണം എന്നെ കേൾക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാസം വാങ്ങുന്ന മിനിമം എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ കേട്ട അവസരം നിങ്ങളുടെ തലച്ചോറിലേക്ക് എന്താ പറയാ ഒരു നല്ല തീരുമാനം എടുക്കാൻ നിങ്ങളെ സർവ്വശക്തം തുണക്കട്ടെ എന്ന് ഞാൻ ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതുപോലൊരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ വരുമാനം കമ്പനി പേ ഔട്ട് തരുന്നത് 3 ദിവസത്തെ പേ ഔട്ട് നിങ്ങളുടെ വരുമാനം 4ാമത്തെ ദിവസം ഒന്നിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ഇൻകം പ്ലാനിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ദിവസം 29,450 എന്ന് പറയുമ്പോൾ ഒരാഴ്ച 2,06,360. ഒരു വർഷം 1 കോടിക്ക് മുകളിൽ വരുമാനം നേടാൻ പറ്റും. ഇത് വാങ്ങിയ ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിലെ 300ഓളം ആളുകൾക്ക് 1 കോടിക്ക് മുകളിൽ വരുമാനം കൊടുത്ത കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വരുമാനം നേടിയ ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ വരുമാനം ഈ പ്ലാനിലൂടെ നിങ്ങൾ വരുമാനം 3 ലക്ഷം രൂപ എന്ന് വാങ്ങുന്നു അന്ന് നിങ്ങൾക്ക് തായ്ലാന്റിലേക്ക് ദുബായിലേക്കൊക്കെ ട്രിപ്പ് പോകാനുള്ള അവസരമുണ്ട്. ഇതൊന്നും ആർക്കും കിട്ടാൻ പറ്റാത്ത ഒരു കിട്ടാക്കനിയായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ അല്ല നമ്മുടേത്. ഒരു സമയപരിധിയില്ല. നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 3 ലക്ഷം വാങ്ങിയ തായ്ലൻഡിലേക്ക് പോവാം. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം വാങ്ങിയ തായ്ലൻഡിലേക്ക് പോകാം. 10 വർഷം കൊണ്ട് 3 ലക്ഷം വാങ്ങിയ തായ്ലൻഡിലേക്ക് പോവാം. നമ്മുടേതാണ് ചോയ്സ്. നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അതേപോലെ ടീം റീപർച്ചേസ് ബോണസ് നമ്മുടെ കമ്പനിയിൽ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ 40-50% വിലക്കുറവിൽ വാങ്ങിച്ചെടുക്കാനും റീറ്റെയിൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കൂടെ വന്ന കുറെ കുടുംബങ്ങളിലേക്ക് ഈ FMCG ഗ്രോസറി ഐറ്റംസ് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു PV മേച്ച് ആണെങ്കിൽ 630 രൂപയും ഒരു കട്ട് ഓഫിൽ 100 PV മേച്ച് ചെയ്തുകൊണ്ട് 63,000 രൂപ ഒരു കട്ട് ഓഫിൽ ഒരു ദിവസം 1,26,000 രൂപ വരെ വാങ്ങാൻ പറ്റും. ഈ ഒരു റീപർച്ചേസ് ബോണസ് മാത്രം 37,80,000 രൂപ വരെ ഒരു മാസം വാങ്ങാൻ പറ്റും. നമുക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത കേരളത്തിൽ ആദ്യമായി ബിസിനസ് എത്തിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടി കേരളത്തിൽ ഇതിനെ എന്ത് ചെയ്തു പ്രൂവ് ചെയ്തെന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. അപ്പൊ ഇന്ന് 3.5 കോടി രൂപക്ക് മുകളിലാണ് ഈ 4 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനം നടന്നത്. അതേപോലെ 1 കോടിയും 80 ലക്ഷവും 70 ലക്ഷം വാങ്ങിയ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾ ഇഷ്ടംപോലെ ഇന്ന് ബയോട്ടർ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് കിട്ടാത്തതല്ല. ഈ കാണുന്ന വ്യക്തികളൊക്കെ ആന്റണി സാറാണെങ്കിലും ഡാനിയൽ സാറാണെങ്കിലും ഷാജി സാറാണെങ്കിലും ബെന്നി സാറാണെങ്കിലും ഒക്കെ 1 കോടി രൂപയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയപ്പോ അവരെന്ത് ചെയ്തു നല്ല ഒരു ബിസിനസ്സുകാരായി മാറി എന്നുള്ളതാണ്. അവരുടെ കീഴിലാണ് ഇന്ന് കേരളത്തിൽ ടീമുകൾ ഉള്ളതെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മനോജ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനും അതേപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാനും നിങ്ങൾക്ക് സർവശക്തൻ തുണയാകട്ടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ തീർത്തിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടിച്ച്. നിങ്ങൾ ആരാണോ ക്ഷണിച്ചത്
അവരെടുത്ത് ജസ്റ്റ് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരും. ഒരു ഡെമോ വേണമെങ്കിലോ ഒരു സാമ്പിൾ വേണമെങ്കിലോ ഒക്കെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ആരോഗ്യപൂർണമായ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രസന്റേഷൻ നിർത്തുകയാണ്. അതിന്റെ മുന്നേ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തരാം. ഞാനൊരു പ്രവാസിയായിരുന്നു. അങ്ങനെ ലീവിന് വന്ന സമയത്താണ് എന്റെ സുഹൃത്ത് പുറമേരിയുള്ള പവിത്ര സാറ് എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബാക്ക് പെയിൻ ആശ്വാസം കിട്ടിയപ്പോ വീട്ടിൽ അമ്മ പെയിൻ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. നിങ്ങളെ പോലെയല്ല, ഞാനൊരു സൂമിലും കയറിയിട്ടില്ല, ഞാൻ ഇതിന്റെ ചെവി കൊടുത്തിട്ടില്ല, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇതിലെ കേട്ടു, ഇതിലെ വിട്ടു. പക്ഷെ പിന്നീട് അദ്ദേഹം എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു, കമ്പനിയുടെ ഹിന്ദിയിലുള്ള വീഡിയോ. ദൈവം സഹായിച്ച് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ആ വീഡിയോ കേട്ടപ്പോ എവിടെയൊക്കെയോ ക്ലിക്കായി. ഈ ഒരു ഉൽപ്പന്നം അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഞാൻ എന്റെ അമ്മക്ക് വാങ്ങിക്കൊടുത്തപ്പോ 10-30 വർഷത്തെ ബാക്ക് പെയിന് ആശ്വാസം കിട്ടി. അതും ഒരു 8-9 ദിവസം മുതൽ അമ്മയുടെ ബോഡിയിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. 1.5 മാസം കൊണ്ട് റിക്കവറി ആയ അമ്മ ഇന്ന് ഈ ഒരു 2ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും കാറിൽ എന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയപ്പോഴാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ തോറ്റുപോകാൻ ഒരുപാട് തോറ്റിട്ടായിരിക്കും നമ്മളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. ഇനിയും തോക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി മെനക്കെട്ടത്, ഇതിലൊരു ഡിപ്ലോമ എടുത്തതൊക്കെ. അപ്പൊ അതിനുശേഷം ഞാൻ കൊടുത്ത ആളുകൾക്കൊക്കെ മിറാക്കിൾ റിസൾട്ടുകളാണ്. വാദസംബന്ധമായ അസുഖങ്ങൾ മാറിയ 100 കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ജീവനോടെയുള്ള ആളുകളെ കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്ന് കിടന്നുപോയ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് മിറാക്കിൾ റിസൾട്ടുകൾ നിങ്ങൾക്ക് യൂട്യൂബില് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയകളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മനുഷ്യന്റെ ശരീരത്തിൽ ഡിസോർഡറുകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ ഡിസോർഡർ ഡിസീസ് ആയിട്ട് നമ്മൾ കാലം എത്തുന്നതിന് മുന്നേ, ആയുസെത്തുന്നതിന് മുന്നേ മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും. അതിനെ തടയാൻ പോലും സഹായിക്കുന്ന, ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതിന് എല്ലാവർക്കും ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പല വേദികളിൽ വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ മനോഹരമായിട്ട് നമുക്ക് മാഗ്നസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വരുമാനത്തെ കുറിച്ചും വളരെ സവിസ്തരം നമ്മളോട് സംസാരിച്ച മിനീഷ് സാറ് ഗൾഫിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷം രൂപ മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടാണ് അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക്, ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് വരുമാനവും ആരോഗ്യവും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശക്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആരെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുന്നോട്ട് വന്നിട്ട് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും? അൺമ്യൂട്ട് ചെയ്തോ? ആരാണ് സംസാരിക്കുന്ന വെച്ചാൽ? ഹലോ, പറഞ്ഞോളൂ മാഡം. എന്റെ പേര് രമണി, ഞാൻ കോട്ടയത്തു നിന്നാണ്. വീട് കുര്യനാടാണ്. ഞാൻ 7 മാസം മുമ്പ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് 63 വയസ്സുണ്ട്. എന്റെ കാല് വയ്യാത്ത ആളാണ്. എനിക്ക് 21 വയസ്സുള്ളപ്പോ അസ്ഥി ക്യാൻസർ വന്ന് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു കളഞ്ഞ് ഒരു വെപ്പുകാലം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. സർക്കാർ സർവീസ് ജോലി ഉണ്ടായിരുന്നു, പെൻഷനായി. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളില് എനിക്ക് ഷുഗർ പിടിച്ചിട്ട് ഒരു 18 വർഷമായി. ആ കൂട്ടത്തിൽ കിഡ്നി സ്റ്റോണ്, ഫാറ്റി ലിവർ, പിന്നെ അസ്ഥിക്ക് തേയ്മാനം, ഒരു ശരീരത്തിൽ വരാവുന്ന എല്ലാ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അതായത് ഒരു 8 വർഷം മുമ്പ് ഞാൻ കാസർഗോഡ് ബേക്കൽക്കോട്ട് കാണാൻ പോയിട്ട് എനിക്ക് നടക്കാൻ വയ്യ. എൻ്റെ മോളും കൂടെ പോയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി അത് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള ബെഞ്ചിൽ ഇരുന്ന് ഞാൻ ഒന്നും കണ്ടില്ല. ആ സ്ഥലത്ത് 8 വർഷങ്ങൾക്ക് മുമ്പാന്ന് ഓർക്കണം. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ച് ഇന്നലെ 10:30 ആയപ്പം ഞാൻ ഇവിടെ കടുത്തുരുത്തി മാങ്കോ
ആ, അവിടെ ഒരു സംഭവം ഉണ്ട്. അവിടെ ഞാനത് കാണാൻ പോയിട്ട് സാറേ 10:30 മണിയായപ്പോ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയിട്ട് 3:30 മണിയായപ്പോഴാണ് എല്ലാവരും വണ്ടിയിൽ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ട സ്ഥലത്ത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടത്തില് 10:30 മണി മുതൽ 3:30 മണി വരെ നടന്ന്, അതായത് ഈ ബൈറ്റോറിയത്തിന്റെ ഒരൊറ്റ ബലത്താല് ഞാൻ ഒരു ശകലം മടുക്കുവോ ഒന്നും കഴിച്ചില്ല. നമ്മുടെ വാട്ടർ എനർജി പാർട്ടിലെ വെള്ളവും കുടിച്ച് അവരെങ്ങനെ നടക്കുന്നോ അവരുടെ ഒപ്പം ഒരു കാലില്ലാത്ത ഞാന് പൂർവാധികം ശക്തിയോടെ നടക്കാൻ സാധിച്ചത് ഈ ഒരൊറ്റ പ്രോഡക്റ്റിന്റെ ഗുണമേന്മയാണ്. അതുപോലെ തന്നെ ഞാൻ 18 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിച്ചിരിക്കുന്നു. എന്നിട്ട് എനിക്ക് അതിനൊരു കുറവും വന്നില്ല. ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചത് പിന്നെ ഞാനൊരു മാസം 600 രൂപയുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗുളിക നിർത്തി ആശുപത്രിയിൽ നിന്ന് തരുന്ന മെറ്റ്ഫോർമിനും ഗ്ലൈമിപ്രൈഡും കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഷുഗറിന്റെ അളവ് ഇപ്പം 93, 115 ഫാസ്റ്റിങ്. പിന്നെ അല്ലാതെ ഭക്ഷണം കഴിച്ച് ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷെ അത് ഞാൻ ഇച്ചിരി പഴവും പിന്നെ ഷുഗർ ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് മധുരം ഇട്ട് ചായയും അല്ല ഒക്കെ കുടിക്കുന്നത് കൊണ്ടാണ്. പിന്നെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ മധുരം ഇട്ട് തരുമ്പോൾ അതും കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാറ്റി ലിവർ പോയെന്നാ തോന്നുന്ന. കിഡ്നി സ്റ്റോണിന്റെ വേദനയില്ല. ഞാൻ ഈ 18 വർഷമായിട്ട് ആശുപത്രി ചെന്ന് അവരോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുണ്ടായിരുന്നു, എൻ്റെ ശരീരവേദന ഒന്ന് കുറയ്ക്കാൻ എന്താ ഒരു മരുന്ന് തരുന്നെന്ന്. ആരും തരാറില്ല. ആയുർവേദം ചെയ്ത് അലോപ്പതി ചെയ്ത് ശരീരം മൊത്തം ഒരു 4 പ്രാവശ്യം തിരുമിച്ചു. അതിനൊന്നും കിട്ടാത്ത റിസൾട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റും കൊണ്ട്, അതായത് ദൈവം തൊട്ട ഈ പ്രോഡക്റ്റ് സാഗർ ജോഷി സാറിന്റെ കൈകളിലൂടെ നമ്മളിൽ എത്തിച്ചതിന് ഞാൻ ദൈവത്തോടും ഈ പ്രപഞ്ചത്തോടും ഞാൻ നന്ദി പറയുന്നു. എന്നാന്ന് ചോദിച്ചാൽ ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരിക്കുന്നിടം വരെ വേദനയില്ലാതെ മരിക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ 65,765 രൂപ കയറുകയും ചെയ്തു. അപ്പൊ എനിക്ക് പെൻഷനുണ്ട് ജീവിക്കാനായിട്ട്. വലിയ കുഴപ്പമില്ല, വലിയ ആഡംബര വീടൊന്നുമില്ല, ഒരു ചെറിയ വീടൊക്കെ ഉള്ളത്. മക്കൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. അപ്പൊ എന്റെ ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഇച്ചിരി എന്താ പറയുന്നത്, മറ്റുള്ളവരെ സഹായിച്ച് ഇനിയുള്ള കാലം ജീവിക്കാം. പിന്നെ ഒരു ഹോസ്പിറ്റലുകാരും തരാത്ത വേദന മാറാനുള്ള ഒരു മരുന്നാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ആരുടെ മുമ്പിലും പറയാനുള്ള ചങ്കുറ്റത്തോടു കൂടി ഈ ബൈറ്റോറിയത്തിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് സാഗർ ജോഷി സാറിനെ ഞാൻ ദൈവത്തെ പോലെ കണ്ട്, സാഗർ ജോഷി സാറിലൂടെ ദൈവം പ്രവർത്തിച്ച് ഇത് സ്വീകരിക്കുന്നവർക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ പറയുന്നു. പിന്നെ എന്നെ ഈ പ്രോഡക്റ്റ് എടുക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. ഒരാളുടെ കയ്യിൽ ഇങ്ങനെ, ഇന്നിപ്പോ ഞാൻ അടുക്കളയിലാ, അപ്പൊ ജോലി തീർന്നില്ല, വീട്ടിൽ പോയിരിക്കുന്നോണ്ട് അതുകൊണ്ട് നനയായിട്ട് ഊരി വെച്ചിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ഒരാളുടെ കയ്യെ കടക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയായിരുന്നു. അത് പറഞ്ഞു ചേച്ചി ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചത് പിന്നെ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു 4 ലക്ഷം രൂപയുടെ മരുന്ന് മേടിച്ച് കഴിച്ച് ആയുർവേദ അലോപ്പതിയും തിരുമലെല്ലാം കഴിഞ്ഞ് വെച്ചിരുന്നപ്പോ ഞാൻ ഓർത്തു എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ 10,000 രൂപയാന്ന് പറഞ്ഞു. ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം കിട്ടാൻ എന്നാ വഴിയെന്ന് ചോദിച്ചു. ചേച്ചി പാൻ കാർഡൊക്കെ തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പഠിച്ചില്ല. ആ പൈസ 9,800 രൂപയും ഇട്ടുകൊടുത്തു, പാൻ കാർഡും ഇട്ടുകൊടുത്തു. ഈ സംഭവം കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മകനോട് വന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്മയുടെ പൈസ അമ്മ വാങ്ങിച്ച് ഉപയോഗിക്കുക, എൻ്റെ വേണമെന്ന് ചെയ്ത് അമ്മ ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങേറ്റ അമൃതയെ വരെ ഞാൻ പോയി എനിക്ക് രോഗം എന്നാന്നറിയാനും വേദന ഇല്ലാതെ ഇരിക്കാനും. ഈ നിസാരം നമ്മുടെ 9,800 രൂപയില് ഞാനിപ്പോ ഹാപ്പിയാട്ടോ. എനിക്ക് ഒരു 35 വയസ്സിലുള്ള ആരോഗ്യത്തോടെ കൂടി എനിക്ക് നടന്ന എല്ലാ കാര്യവും ചെയ്യാനും ഇനി 120 വയസ്സ് വരെ ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എന്നാന്ന് വെച്ചാൽ രോഗം നമ്മളെ ഇത് ഉപയോഗിക്കുന്നത്ര നാള് വരത്തില്ലെന്നുള്ള ഉത്തമ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അപകടം വന്ന ജീവൻ കൊണ്ടുപോകും. അപ്പം ഭയങ്കര സന്തോഷവും ഇത് മറ്റുള്ളവരിൽ അറിയിക്കാൻ വേണ്ടി കാല് വയ്യലും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ 5, 6, 10 ദിവസം തവണയും പോയിട്ട് അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ നടക്കുന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു മാഡം, വളരെ സന്തോഷം. കാരണം എന്താ പറഞ്ഞാല് നമ്മുടെ ബോഡിയില്
എന്താണ് ഉള്ള കോശങ്ങളെ പുനരുൽപാദിപ്പിക്കാനുള്ള ഒരു സാധനം ഇന്ന് ലോകത്ത് മാഗ്നറ്റിക് എനർജി മാത്രമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ മിനി സാറ് പറഞ്ഞില്ലേ, ഇതിന്റെ അകത്തുനിന്ന് 1 കോടിക്ക് മുകളില് 10 മാസം കൊണ്ട് 1 കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ള മനോജ് സാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക്? വേപ്പൂരിന്റെ സുൽത്താൻ എന്ന് പറയുന്ന അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നുന്നു പുറത്ത് നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോ ഇയാള് പുറത്തേക്ക് നോക്കുകയാണ്. മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കണക്കിന്റെ അധ്യാപകൻ. അപ്പൊ പെട്ടെന്ന് ബഷീറിനോട് ചോദിക്കുകയാണ്, അല്ല ബഷീറെ, ഒന്നൊന്നും കൂട്ടിയാൽ എത്രയാണ്? ബഷീർ കണ്ട കാര്യം അപ്പാട് വിളിച്ചു പറയാണ്, ഒന്നൊന്നും കൂട്ടിയാൽ അമ്മണി വലിയൊന്നും. കാരണം ബഷീർ കാണുന്നത് ഓരോ തുള്ളികളും നിലത്ത് വീണ്, ഓരോ മഴനാരുകളും നിലത്ത് വീണ്, അത് ചെറിയ അരുവികളായിട്ട്, അത് ചെറിയ തോടായിട്ട്, അത് ചെറിയ പുഴയായിട്ട്, അതൊരു സമുദ്രമായിട്ട്, മഹാസമുദ്രങ്ങളായിട്ട് മാറുന്നത് ഇങ്ങനെ ബഷീർ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ആ സമയത്താണ് അധ്യാപകൻ ചോദിക്കുന്നത്, അല്ല ബഷീറെ, ഒന്നൊന്നും കൂട്ടിയാല് എത്രയാന്ന് ചോദിക്കുന്നത്. അപ്പൊ ബഷീർ ഉമ്മണി വലിയെന്ന് പറഞ്ഞപ്പോ മാഷക്ക് അത് പിടികിട്ടിയില്ല. കാരണം മാഷ് എന്ത് ചെയ്ത്, മാഷെ കളിയാക്കിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ബഷീറിന് കണക്കറ്റ് കിട്ടി. പക്ഷെ ഓരോ അടി കിട്ടുമ്പോൾ ബഷീർ പറയുന്നത് ഉമ്മണി വലിയൊന്ന് എന്നാണ്. കാരണം ബഷീർ പറഞ്ഞത് പ്രപഞ്ച സത്യമാണെന്നല്ല. മനീഷ് സാറ് ഇതിലൂടെ മാഗ്നറ്റിസത്തെ കുറിച്ച് പറഞ്ഞത് പ്രകൃതി സത്യമാണെന്നുള്ളതാണ്. കാരണം മാഗ്നറ്റിസം ഇല്ലാതെ നമുക്ക് 1 ഇഞ്ച് പോലും ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിസം കൂടിയേ തീരുന്നില്ലാണ്. ആ ഒരു സംഭവമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടതെന്നുള്ളതാണ്. കാരണം കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം 50 കോടി ആളുകൾ 10 വർഷത്തിനുള്ളിൽ നാമാവശേഷമായി പോകുന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു എനർജിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ളതാണ്. ഈ റിസ്റ്റ് ബാൻഡ് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല. ആരെങ്കിലും നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്ന സമയത്ത് ഉടനെ ഇതെടുത്ത് കെട്ടിക്കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടുള്ളതാണ് നമുക്ക് തിരികെ കിട്ടുന്നതാണ്. ഈ ഒരു സംഭവം പറയിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സംഭവത്തെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് വെള്ളത്തില് മത്സ്യത്തെ പോലെ സഞ്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക്, രാജ്യത്തും മറുനാടൻ രാജ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ഒരു ജനതയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇന്ന് മനോജ് സാറ് യാത്രയിലായതുകൊണ്ട് മനോജ് സാർക്ക് ഇന്ന് ഈ സൂമിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മേടിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് കൈക്കുമ്പിട് കൊണ്ട് മുക്കിയെടുക്കാം, മോട്ടർ ബക്കറ്റ് കൊണ്ട് മുക്കിയെടുക്കാം, മോട്ടർ വെച്ച് അടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും നൽകുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടാണ് ഇന്ന് മിനി സാറ് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് കൈകാര്യം ചെയ്ത മിനി സാറിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തിട്ടുള്ള മാഡത്തിനും, അതേപോലെ തന്നെ ഇന്ന് ഈ സൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഇ ബൈ ഓഡിറ്റോറിയം.